പരിശുദ്ധ ഖുർആനിൽ ഒരു അത്ഭുത സൂറത്തുണ്ട്. കേവലം 29 ആയത്തുകൾ മാത്രമുള്ളൊരു സൂറത്ത്. ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ. മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് ഓതിയിട്ട് റബ്ബിനോട് എന്ത് ദുആ ഇരുന്നാലും ആ ദുആ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത സൂറത്ത് ഏതാണെന്ന് പഠിച്ചു നോക്കാം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون. നല്ല കാര്യങ്ങൾ മാത്രം കണ്ണിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് ഞാൻ കാണുന്നതെല്ലാം നല്ലത് മാത്രമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സൂറത്ത് അതിന് ബെസ്റ്റാണ്. വെറുതെ പറയുകയല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്, ഈ സൂറത്ത് ഓതി മന്ത്രിച്ച വെള്ളം കൊണ്ട് നല്ലത് മാത്രം കാണാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുമെന്ന്. എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കൈമുതലാക്കി വെക്കാം. നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ബെസ്റ്റ് സൂറത്താണ്. കണ്ണിന് രോഗം ബാധിച്ചവരാണെങ്കിൽ, കണ്ണിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, കണ്ണിൻ്റെ പ്രോബ്ലങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു കിട്ടാനുള്ള മഹത്തായ ഒരു മരുന്ന് കൂടിയിട്ടാണ് ഈ പരിശുദ്ധമായ സൂറത്ത്. ഈ 29 ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് നേട്ടങ്ങൾ കൂടി കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയമുള്ള കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവരുടെയും മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. കമൻറ്റുകളായൊക്കെ പല ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ വായിച്ചു പോകാറുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കാറുണ്ട്. കമൻറ്റ് റിപ്ലൈ തരാൻ വൈകുന്നത് പലപ്പോഴും സമയക്കുറവ് കൊണ്ടാണ്. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഓർക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെടാൻ കാരണമായി തീരും. അല്ലാഹു നമുക്ക് കുറേ നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ. അതോടൊപ്പം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളുടെ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കും. അല്ലാഹു അത്തരത്തിൽ ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട്, പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങളും തേടാറുണ്ട്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക. രണ്ടാമത്തത്, നമ്മൾക്ക് വന്ന വിപത്തുകൾ തട്ടിമാറുക. ഇത് രണ്ടും നമുക്ക് വേണം. നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയും വേണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകേണ്ടത് ഒഴിവായി പോവുകയും വേണം. മഹത്തായ മാർഗങ്ങളിൽ പലതും നമ്മൾ കാണുകയും ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതിലേറ്റവും ബെസ്റ്റ് മാർഗം, ഏറ്റവും പവർഫുള്ളായ മാർഗം വിശുദ്ധ ഖുർആനാണ്. ഖുർആന്റെ പല സൂറത്തുകളും പല ആയത്തുകളും നമുക്കുള്ള പരിഹാരത്തിനുള്ള മാർഗങ്ങളാണില്ലേ. പലപ്പോഴും നമ്മളുടെ വീഡിയോകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സൂറത്തുകളുടെ മഹത്വങ്ങൾ, ഒരുപാട് ആയത്തുകളുടെ ശ്രേഷ്ഠതകളൊക്കെ. ഇത് നമ്മൾ പാരായണം ചെയ്യലിലൂടെ നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ നേടിയെടുക്കലാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മഹത്തായൊരു സൂറത്ത് ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്നൊരു സൂറത്താണ്. ആർക്ക് പറഞ്ഞു കൊടുത്തത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന മഹത്തായ ഒരു മാർഗമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഞാൻ ചോദിക്കുകയുണ്ടായി. അലിയാർ തങ്ങൾ പറയുകയാണ്, നബിയെ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കുള്ളൊരു ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരുമോ നബിയെ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ഇഖ്റ സൂറത്ത തക്വീർ. പരിശുദ്ധ ഖുർആനിൽ 81-ാമത്തെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തു തക്വീർ എന്നാണ്. തക്വീർ, അതിന്റെ തുടക്കം ഇദ ശംസു കുവ്വിറത് വ ഇദൻ നുജൂമു കദറത് വ ഇദൽ ജിബാലു സുയ്യിറത്. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാനം അത് പൂർണ്ണമായി ഞാൻ ഓതി കേൾപ്പിച്ചു തരാം. ഇങ്ങനെ തുടങ്ങുന്ന ഈ ഒരു സൂറത്ത്, ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു. എപ്പോഴാണ് പാരായണം ചെയ്തത്? ഇൻദ നുസൂലിൽ മത്തരി, മഴ പുറപ്പെടുന്ന സമയം, മഴ വീഴുന്ന സമയം, മഴ പെയ്യുന്ന സമയം. ഈ മഴ പെയ്യുന്ന സമയം ആരെങ്കിലും ഒരാൾ 100 തവണ ഈ ഒരു സൂറത്തു തക്വീർ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദിയത് ഹാജതുഹു, അയാളുടെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുത്തുനബി തങ്ങൾ അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക.
ആരെങ്കിലും ഒരാൾ നല്ലൊരു നിയത്ത് വെച്ചുകൊണ്ട് മഴ പെയ്യുന്ന സമയം, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പറഞ്ഞു തരുന്നത്, ഈ ഒരു അറിവ് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ചോദിക്കും, ഇനി മഴ പെയ്യുന്നത് വരെ കാത്തിരിക്കണോ എന്ന്, ഇല്ലേ? അപ്പം അങ്ങനത്തെ കാലഘട്ടമല്ലേ, മഴ പെയ്യുന്നത് വരെ കാത്തിരിക്കണമെന്ന്. മഴ പെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു അറിവ് പറഞ്ഞു തന്നത്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു സൂറത്തു തക്വീർ 29 ആയത്തുകളേ ഉള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് ഓതി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു 100 തവണ നിയത്താക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. ഇദ ശംസു കുവ്വിറത് വ ഇദൻ നുജൂമു കദറത് വ ഇദൽ ജിബാലു സുയ്യിറത്, പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ ആയത്തുകളാണ്. അത് ഓതിക്കഴിഞ്ഞാൽ ഖുദിയത്ത് ഹാജത്തുഹു, ആ വ്യക്തിയുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. നമ്മൾ ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയൊരായത്തല്ലേ, ഒരു സൂറത്തല്ലേ, ഇൻഷാ അല്ലാ കൊണ്ട് നടക്കുക, പതിവാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു സൂറത്തിൽ കിട്ടുന്ന മറ്റ് 2 നേട്ടം കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണുന്നുണ്ട്. ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് ആവശ്യ പൂർത്തീകരണത്തിന് എന്ന് പറഞ്ഞു നിർത്തി. 2ാമത് നബി തങ്ങൾ പറയാണ്, മഹാനായ അരിയാര് തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ദിവസം ഒരു തവണ പാരായണം ചെയ്തു, എല്ലാ ദിവസവും ഓരോ തവണ, എന്നാൽ ആ വ്യക്തിയുടെ ഏട് നൽകപ്പെടുന്ന ഖിയാമത്ത് നാളിൽ, ആ വ്യക്തി നമ്മുടെയൊക്കെ ഏട് നമുക്ക് നൽകും, അല്ലേ? ഖിയാമത്ത് നാളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെയ്ത നന്മതിന്മകളൊക്കെ എഴുതിയ ആ കിതാബ് നമ്മളുടെ കയ്യിൽ നൽകും. ആ വിതരണം ചെയ്യുന്ന ദിവസം ഈ വ്യക്തി അള്ളാഹു വശളാക്കൂല. നമ്മൾ ചെയ്ത തെറ്റു കാരണം നാളെ മഹ്ശറിൽ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, എല്ലാ ജനങ്ങളുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയൊക്കെ മുമ്പിൽ വെച്ച് വഷളാകുന്ന രംഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ നാണക്കേടായിരിക്കും, അവിടെ പെട്ടുപോകും. എന്നാൽ ഈ വ്യക്തി അള്ളാഹു ഇസ്സത്ത്, പ്രതാപം നിലനിർത്തി ആരുടെ മുമ്പിലും വഷളാക്കാതെ അള്ളാഹു സംരക്ഷിക്കും. അതൊരു നേട്ടം. 2ാമതായ ഒരു നേട്ടം കൂടെ പറയുന്നുണ്ട്. പേടിച്ചരണ്ട് ഓടുന്ന മഹ്ശറുണ്ടല്ലോ, അതുപോലെ ആ ഖിയാമത്ത് നാളിൽ ആർക്കും തുണയില്ലാതെ തണിയില്ലാതെ നിൽക്കുന്ന ആ ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേക നോട്ടം ഈ വ്യക്തിയിലേക്ക് നോക്കും. അള്ളാഹുവിനെ പ്രത്യേകമായി നോക്കാൻ അള്ളാഹു ഇങ്ങോട്ട് നോക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഈ ആളെയും അള്ളാഹു തിരഞ്ഞെടുക്കും. എന്ത് ചെയ്താൽ മതി, ദിവസവും ഒരു തവണ ഈ സൂറത്ത് 29 ആയത്തുകൾ മാത്രമുള്ള, ഈ കുഞ്ഞനായത്തുകളുള്ള ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന നേട്ടമാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഈ നേട്ടമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പാഴാക്കുമോ? കാരണം ഇത് പഠിപ്പിച്ചു തന്നത് മുത്തുനബി തങ്ങളല്ലേ, അവിടുന്ന് പറഞ്ഞു തന്ന സൂറത്തല്ലേ. ഇൻഷാ അല്ലാ നമുക്കത് പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എപ്പോഴും ദുആ ഇറക്കണം അതിനുവേണ്ടി. ചില ആളുകൾക്ക് പരാതിയുണ്ട്, അവർ ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ്, അവർ ഇടപെടുന്ന മേഖലകൾ മുഴുവൻ പ്രശ്നമാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും അപകർഷതയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ണീരുമാണ്, ഒരു സന്തോഷമില്ല എന്ന്. ഇനി ബേജാറാകേണ്ടതില്ല. കണ്ണിൽ കാണുന്നതെല്ലാം സന്തോഷത്തിൻ്റെ വകകളായി കിട്ടാൻ, അതായത് പിന്നീട് ഇവർ നോക്കുന്നത്, ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർ നോക്കുന്ന സംഗതികൾക്കൊക്കെ ഇവർക്ക് സന്തോഷമുള്ളത് മാത്രമേ അതിൽ കാണുള്ളൂ. ഇപ്പം ഞാനാണ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ കാണുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ. അതായത് ദുഃഖമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ എൻ്റെ കണ്ണിൽ പിന്നെ കാണിച്ചു തരൂല, അങ്ങനെ എൻ്റെ മുമ്പിൽ ഉണ്ടാകൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക കാവൽ നൽകും. അതിനെന്ത് ചെയ്യണം? ഇഖ്റ സൂറത്ത് തക്വീർ അലാ മാഇൽ വർദ്, പനിനീർ വെള്ളം, ആ പനിനീർ വെള്ളത്തിലേക്ക് ഒരു തവണ സൂറത്തു തക്വീർ ഓതി ഇഷ്ഫി എന്ന് മന്ത്രിച്ച ശേഷം വഗ്സിൽ ബിഹ, അതുകൊണ്ട് ഐനൈക്ക, നിന്റെ കണ്ണ് നീ കഴുകിക്കഴിഞ്ഞാൽ, കണ്ണ് കഴുകുക എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കോരി ഒഴിക്കുക എന്നല്ല, മുഖം കഴുകുക എന്നാണ് ഉദ്ദേശം. എന്ത് ചെയ്യുക? ആ കൊണ്ട്, വെള്ളം കൊണ്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ മുമ്പിൽ പിന്നീട് അവൻ ഇഷ്ടപ്പെടുന്ന സംഗതികളെ മാത്രമായിരിക്കും കാണിച്ചു കൊടുക്കാൻ മഹാന്മാർ വിശദീകരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ. അപ്പം എന്ത് ചെയ്യുക? പനിനീർ വെള്ളത്തിൽ ഒരു തവണ ഈ ഒരു സൂറത്തു തക്വീർ ഊതിയിട്ട് അതുകൊണ്ട് മുഖം ഒന്ന് കഴുകുക. അതോടൊപ്പം ഇനി പറയുന്നുണ്ട്, കണ്ണിന് വല്ല രോഗവും ബാധിച്ച ആളുകളാണെങ്കിൽ, തിമിരം പോലത്തെ പ്രശ്നം ബാധിച്ചവർ, അല്ലെങ്കിൽ ചെങ്കണ്ണ് പോലത്തെ ബുദ്ധിമുട്ട് ബാധിച്ചവർ, കാഴ്ചക്കുറവ് സംഭവിച്ച ആളുകൾ, അത്തരത്തിലൊക്കെ, കാഴ്ചക്കുറവ് വെച്ചാൽ പ്രായം ചെന്ന് അങ്ങോട്ട് കാഴ്ചക്കുറവ് വന്നതല്ല, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കണ്ണിന് പ്രശ്നം സംഭവിച്ച ആളുകൾ, അത്തരത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗം ബാധിച്ച ആളുകൾ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും കുടുംബാദികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അവർക്കുമുള്ള ഏറ്റവും നല്ലൊരു മാർഗം മഹാന്മാർ പറയുന്നുണ്ട്, ഇഖ്റ സൂറത്ത് തക്വീർ അലൽ ഐൻ. ആരെങ്കിലും ഒരാൾ
ആ രോഗം ബാധിച്ച ആളുടെ കണ്ണിലേക്ക് സൂറത്തു തക്വീർ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് മന്ത്രിച്ചു കൊടുത്താൽ തുഷ്ഫ, അയാളുടെ രോഗം, ആ കണ്ണിൻ്റെ രോഗം ഷിഫയായി കിട്ടുന്നതാണ് എന്നൊക്കെ. ആ കണ്ണിലേക്ക് സൂറത്തു തക്വീർ ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ രോഗം അള്ളാഹു ഷിഫ ആക്കി കൊടുക്കും. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന കുഞ്ഞൻ ആയത്തുകളുള്ള മഹത്തായ ഒരു സൂറത്താണ് സൂറത്തു തക്വീർ. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതിത്തരാം, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും ഇത്രയും എളുപ്പമുള്ള സൂറത്താണ് എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين صدق الله العظيم. അള്ളാഹുവെ, ഞങ്ങൾക്ക് നിലനിർത്താൻ ഭാഗ്യം നൽകണേ. അള്ളാഹ് ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് ദുആ ഇരുന്നാൽ അള്ളാഹു ആ ദുആഇന് ഇജാബത്ത് നൽകുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്കതിന് ഞങ്ങളുടെ എല്ലാ ദുആകൾക്കും നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.